ക്രിസ്തുമസ് പ്രമാണിച്ച് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതം വിതരണം നാളെ ആരംഭിക്കും. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും തുക ലഭിക്കും. എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറച്ചതിന് ശേഷമുള്ള തുകയായിരിക്കും ലഭിക്കുക. 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുക എത്തിച്ചേരും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ തുക എത്തിച്ചേരുന്നവർക്ക് നാളെ 12 മണിയോടുകൂടി തുക എത്തിച്ചേരും. സഹകരണ സംഘങ്ങൾ വഴി തുക എത്തുന്നവർക്ക് നാളെ രാവിലെ 10 മണിയോടുകൂടി തന്നെ വിതരണം ആരംഭിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും തുക ലഭിക്കും. അതുപോലെ തന്നെ അനർഹരായി നിരവധി പേർ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് പെൻഷൻ തുക ലഭിക്കില്ല. സഹകരണ സംഘങ്ങൾ വഴി തുക എത്തിച്ചേരുന്നവർക്ക് ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും പെൻഷൻ തുക ലഭിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അഥവാ പുനർവിവാഹിത അല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഈ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സ്ഥാപനങ്ങൾ വഴിയും അപേക്ഷിച്ച് വാങ്ങാവുന്നതാണ്. അപേക്ഷിച്ചതിന് ശേഷം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനോടൊപ്പം ആധാറിൻ്റെ കോപ്പി സഹിതം പഞ്ചായത്തിൽ നേരിട്ട് ഹാജരായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാ മാസവും ആദ്യ പ്രവൃത്തി ദിവസങ്ങളിൽ പെൻഷൻ വിതരണം ചെയ്യണമെന്നുള്ള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഡിസംബർ മാസത്തെ പെൻഷൻ ഇതുവരെ വിതരണം ചെയ്യാത്തതിൽ KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പുള്ളത്, ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 6 സർക്കാർ ജീവനക്കാരോട് ഉടൻ പണം തിരികെ നൽകാൻ നോട്ടീസ്. പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 18% പലിശയും അടക്കണം. ഓരോ ജീവനക്കാരും 22,600 രൂപ മുതൽ 86,000 രൂപ വരെ തിരികെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.